നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകളിലേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേക്കിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ ഇന്നും എന്നും കൂടെയുണ്ട് നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 68 സങ്കീർത്തനം 15 മുതലുള്ള ചില തിരുവചനങ്ങൾ. ബാസാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതം ആകുന്നു. ബാസാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ, ദൈവം വസിപ്പാനിച്ഛിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർശിച്ച് നോക്കുന്നത് എന്ത്? യഹോവ അതിൽ എന്നേക്കും വസിക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയും ആകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ. സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അങ്ങനെ ദൈവം തന്റെ ശത്രുക്കളുടെ തലയും തന്റെ അകൃത്യത്തിൽ നടക്കുന്നവന്റെ രോമമുള്ള നെറുകയും തകർത്ത് കളയും. നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിനെ ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ബാസാനിൽ നിന്ന് മടക്കി വരുത്തും. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട് എൻ്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉള്ള എഴുന്നള്ളത്ത് തന്നെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിലൂടെ അല്പമായി നമുക്ക് ചിന്തിക്കാം. അതിനായി ഉറപ്പും പ്രത്യാശയും ഉള്ളവരായിരിപ്പിൻ എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. 4 സങ്കീർത്തനം. ഹല്ലേലൂയ. ആമേൻ. 3 സങ്കീർത്തനത്തിന്റെ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. തൻ്റെ മകനായ അബ്ശലോം തനിക്കെതിരെ പടനിരത്തിയപ്പോൾ രചിച്ചതാണ് 3 സങ്കീർത്തനം. ഹല്ലേലൂയ. ആമേൻ. അതിനാലാണ് ദാവീദ് ഇങ്ങനെ പറയുന്നത്: ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. 3 സങ്കീർത്തനം 5 വാക്യത്തിലാണ് ഇത് കാണുന്നത്. 4 സങ്കീർത്തനം ഒരു സായാഹ്ന സങ്കീർത്തനമാണ്. അവിടെ ദാവീദ് പറയുന്നു: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സങ്കീർത്തനം 4:8. പ്രിയരെ, പ്രയാസങ്ങളും പ്രതിസന്ധികളിലും ഞെരുക്കങ്ങളിലും തന്നെ വഴി നടത്തിയ ദൈവത്തെ ഓർത്തുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. യഹോവ നമ്മെ അറിയുന്നവനും തൻ്റെ ഭക്തന്മാരെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നവനും ആണെന്നും ദാവീദ് അറിയുന്നു. ലോകത്തിലുള്ള ആരും നമ്മെ മനസ്സിലാക്കിയില്ല എങ്കിലും നമ്മെ മനസ്സിലാക്കുന്ന, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ഉണ്ട്. കർത്താവ്
തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. 2 തിമോഥെയോസ് 2:19. മനുഷ്യർ സ്വഭാവവും വാക്കും മാറ്റും, എന്നാൽ ദൈവം വാക്കും സ്വഭാവവും മാറ്റുന്നവനല്ല. സാത്താൻ നമ്മെ വിഴുങ്ങുവാൻ പലതവണ ദൈവം മുൻപാകെ അനുവാദം ചോദിച്ചിരിക്കാം. എന്നാൽ ശത്രു നമ്മെ വിഴുങ്ങിക്കളയുവാൻ ദൈവം നമ്മെ അനുവദിച്ചില്ല. ദൈവം സകല രോഗങ്ങളുടെയും കിടക്ക മാറ്റി വിരിച്ചു പുതുജീവൻ നൽകി. കാരണം ദൈവം നമ്മെ അറിയുന്നു, നമ്മുടെ പ്രകൃതി അറിയുന്നു. അപ്പോൾ നാം എന്ത് ചെയ്യണം? നാം ദൈവത്തെ അറിയണം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും, വിശേഷ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെയെന്ന് ഗലാത്യർ 4:9 കാണുന്നു. നാം ദൈവത്തെ രുചിച്ചറിഞ്ഞിരിക്കെ ഇനിയും പാപത്തിലേക്ക് വീണു പോകരുത്. ദൈവത്തിന് നമ്മെ പൂർണ്ണമായും അറിയാം. അവൻ നമ്മെ ഓമന പേർ ചൊല്ലി വിളിക്കുന്നു. പൗലോസ് ദൈവത്തെ പൂർണ്ണമായും അറിഞ്ഞു. അതിനാൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന് 2 തിമോഥെയോസ് 1:12 കാണുന്നു. ഈ ഒരു ഉറപ്പ് നമുക്കും വേണം. നാം ദൈവത്തിന്റെ നിക്ഷേപമാണ്. നിക്ഷേപമുള്ളയിടത്ത് ഹൃദയം ഇരിക്കും എന്ന് വചനം പറയും. അതിനാൽ ദൈവത്തിന്റെ നിക്ഷേപമായ നമ്മിൽ ദൈവത്തിന്റെ ഹൃദയവും ഇരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും എന്ന് മലാഖി 3:17 കാണുന്നു. പ്രിയരെ, ദൈവത്തിന്റെ കണ്മുന്നിൽ നാം ശ്രേഷ്ഠരും മാന്യരും വിലപിടിപ്പുള്ളവരും ആണ്. കാരണം ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഹല്ലേലൂയ, ആമേൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്ടിന്റെ വിലേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് 1 പത്രോസ് 1:18-19 കാണുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വില ഈ ഭൂമിയിലുള്ള സകല നിക്ഷേപത്തെക്കാളും വലുതാണ്. നാം ആകുന്ന അമൂല്യ നിധിയെ ദൈവം കടലിന്റെ കൃഷ്ണമണിയെ പോലെ കാക്കും. ശത്രു പറയും നിനക്കൊരു രക്ഷയും ഇല്ല എന്ന്. ദാവീദിനെ വേട്ടയാടിയപ്പോഴും ഇങ്ങനെ പലരും പറഞ്ഞു. എന്നാൽ ദാവീദിന് ഒരു അസമാധാനവും ഉണ്ടായില്ല. ദാവീദ് പറയുന്നു, നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് സങ്കീർത്തനം 4:6-8 വരെ കാണുന്നു. നമ്മുടെ സഹായം മനുഷ്യരിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കാൽ ഇടറിപ്പോകുവാൻ അവൻ സമ്മതിക്കയില്ല. കാരണം അവൻ ഉറങ്ങാതെയും മയങ്ങാതെയും നമ്മെ കാത്തു പരിപാലിക്കുന്നു. അതിനാൽ പ്രത്യാശയോടെ നമുക്ക് പറയാം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന് 23-ാം സങ്കീർത്തനം 6-ാമത്തെ തിരുവചനത്തിൽ കാണുന്നു. ഹല്ലേലൂയ. നാം ദൈവവചനം ധ്യാനിച്ചാൽ ധൈര്യപ്പെടുവാനായി നമുക്ക് കഴിയുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ, അതായത് യേശു ക്രിസ്തുവിനെ തന്നെ ധ്യാനിച്ചു കൊള്ളുവിൻ എന്ന് എബ്രായർ 12:3 കാണുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ വിവിധ കാരണങ്ങളാൽ ഹൃദയത്തിൽ ക്ഷീണം ഉണ്ടാകാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, ശാരീരിക രോഗങ്ങൾ, മാനസിക തകർച്ചകൾ, നാളെക്കുറിച്ചുള്ള ആവലാതികൾ. ഇത് നിമിത്തം പലരും ജീവിതം മടുക്കുന്നു. ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യം എന്ന് ചിന്തിക്കും. ഹല്ലേലൂയ. പ്രിയരെ,
ഇതിലും വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് വിജയിച്ച ഹല്ലേലൂയ യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് സങ്കീർത്തനം 16:8 കാണുന്നു. ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും യേശുവിനെ ധ്യാനിച്ചാൽ നാം ഇപ്പോൾ അനുഭവിക്കുന്നത് നമുക്ക് നിസ്സാരമായി തോന്നും. ദൈവം അനുഗ്രഹിച്ച് നമ്മെ മാനിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് സൗഖ്യം വിടുതലും ലഭിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞാടാകുന്ന യേശു കർത്താവിന്റെ രക്തത്തിലൂടെ നമുക്ക് സൗഖ്യം ഉണ്ട്. പഴയ നിയമത്തിലെ ഗിലെയാദിലെ സുഗന്ധ തൈലം യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് നിഴൽ ആണ്. ഗിലെയാദിൽ സുഗന്ധ തൈലം ഇല്ലയോ, അവിടെ വൈദ്യൻ ഇല്ലയോ, എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത് എന്ന് യിരെമ്യാവ് 8:22 കാണുന്നു. പാപക്ഷമയും രോഗസൗഖ്യവും ഒന്നിച്ചു പോകുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 103:3 കാണുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യേശുവിന്റെ രക്തത്തിന് നമ്മുടെ പാപം കഴുകി വെടിപ്പാക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനും യേശു കർത്താവിന്റെ രക്തത്തിന് കഴിയും. വാസ്തവത്തിൽ യേശുവിന്റെ രക്തത്തിന് അതിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. രക്തത്താൽ കഴുകപ്പെട്ട ഒരു വിശുദ്ധന്റെ ജീവിതം സകല പൈശാചിക മണ്ഡലങ്ങളിൽ നിന്നും ബാധകളിൽ നിന്നും സൂക്ഷിക്കപ്പെടുന്നു. പഴയ നിയമകാലത്ത് കുഞ്ഞാട്ടിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട വീടുകളിൽ ബാധകൾ ഹല്ലേലൂയ കടക്കാതെ, സംഹാരകൻ കടക്കാതെ വീടുകളെ സംരക്ഷിക്കപ്പെട്ടു. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും, ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല എന്ന് പുറപ്പാട് 12:13 കാണുന്നു. പുതിയ നിയമത്തിൽ യേശുവാണ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട്. എന്നാൽ യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേൽ ആയി, യേശുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു എന്ന് യെശയ്യാവ് 53:5 കാണുന്നു. പ്രിയരെ, പാപമാണ് രോഗത്തിന്റെ പ്രധാന കാരണം. യേശു രോഗസൗഖ്യമാക്കുന്നതിന് മുൻപ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നതായി തിരുവചനത്തിൽ പല ഭാഗത്തും കാണുന്നു. പാപം ഒരുവനിൽ പിശാചിനെ കടക്കുവാൻ ഹല്ലേലൂയ ഇടം നൽകുന്നതാണ്. അതിനുശേഷം രോഗത്തിലൂടെ അവനെ പിശാച് അടിമയാക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ രക്തത്താൽ ഒരുവന്റെ സകല പാപവും കഴുകപ്പെടുന്നു എങ്കിൽ പിന്നീട് പിശാചിന് അവനിൽ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ആ വ്യക്തിയിലേക്ക് രോഗം കൊണ്ടുവരുവാനും പിശാചിന് കഴിയുകയില്ല. ആയതിനാൽ യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദിനംതോറുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയെ നോക്കി സ്തുതിപ്പാൻ ഒരവസരം കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇന്നയോളം അടിയങ്ങളെ നിലനിർത്തിയ ദൈവത്തിന്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി, ദയയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. അങ്ങ് ചെയ്ത സകല നന്മകൾക്കും നന്ദിയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. ഹല്ലേലൂയ. നാഥാ, തന്നതായ സകല സമാധാനങ്ങൾക്ക് നന്ദി പറയുന്നു, സൗഖ്യത്തിന് നന്ദി പറയുന്നപ്പാ. ഈ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ മകൾ ഭാഗ്യം തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഇനിയും ഈ ജീവനുള്ള ദൈവം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന സകല വ്യക്തികൾക്കും കർത്താവേ അപ്പാ, യേശുവിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ എല്ലാ പ്രിയ മക്കളെയും അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണപ്പാ. എല്ലാവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകി സൗഖ്യദായകനായ യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തരായി മുന്നേറുവാൻ തക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണപ്പാ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണം.
വിവിധ വിഷയങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അങ്ങ് ശ്രദ്ധ വച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമാരിക്കാൻ നന്ദി പറയുന്നു അപ്പ. എല്ലാവരെയും നിത്യജീവനായി ഒരുക്കണം അപ്പ. കർത്താവെ, കുടുംബങ്ങളിൽ സമാധാനം നൽകണം അപ്പ. മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് നടക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ അപ്പ. അവർക്കെല്ലാം യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സമാധാനം നൽകുന്ന യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിപ്പാൻ എല്ലാ മനുഷ്യരെയും സഹായിക്കണം. കർത്താവേ, യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നല്ല ചെയ്ത് യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. അനുഗ്രഹിക്കുമ്പോൾ എനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ.